നമസ്കാരം. ബാംഗ്ലൂരിൽ നിന്നുള്ള ഭക്തൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഏതാനും ചില ദേവസ്വം ഉദ്യോഗസ്ഥരിലോ ഒതുങ്ങുന്നതല്ല ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഗൂഢസംഘം. നടപടികളിൽ വീഴ്ച വരുത്തി പോറ്റിക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കൊപ്പം 2019 ബോർഡ് അംഗങ്ങൾ കൂടി പ്രതിപട്ടികയിൽപ്പെട്ടതോടെ സർക്കാരിന്റെ പ്രതിരോധവും ദുർബലമായി കഴിഞ്ഞു. കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന പരിശോധനകൾ തുടങ്ങിയത് തന്നെ ഇതര സംസ്ഥാനങ്ങളിലാണ്. സ്വർണം പൂശിയതിന്റെ സുപ്രധാന രേഖകൾ അപ്രത്യക്ഷമായതോടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് മേൽ വീണ സംശയനിഴൽ ഒന്നുകൂടി ബലപ്പെട്ടു. കൊള്ളയ്ക്ക് ഇറങ്ങിപ്പണിയെടുത്തവരുടെ മേൽ പിടിവീണെങ്കിലും അതിനും മുകളിൽ ആരൊക്കെയോ ഇപ്പോഴും സുരക്ഷിത താവളങ്ങളിൽ ഇരുന്ന് കളി കാണുന്നുണ്ട്. ആ ബുദ്ധി കേന്ദ്രത്തിലേക്ക് എത്താൻ പാകത്തിൽ അന്വേഷണം ദിശ തീർച്ചപ്പെടുത്തിയോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികൾ CPM-നെ പ്രതിനിധീകരിച്ചു ശ്രീ PK ഗോപൻ, രാഹുൽ ഈശ്വർ, ഒപ്പം തന്നെ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് MR അഭിലാഷ്, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ്. ശ്രീ PK ഗോപൻ, ഇതുവരെയുള്ള വിവരങ്ങൾ, അതായത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം FIR ഇട്ട് നടത്തുന്ന അന്വേഷണമാണെങ്കിലും ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തന്നെ ഇടനില നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഒത്താശ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥരോ മാത്രമല്ല, 2019 ബോർഡ് ഒന്നാകെ തന്നെ ഈ ക്രമക്കേടിനും തിരിമറിക്കും ഈ മോഷണത്തിനുമൊക്കെ ഉത്തരവാദികളായി മാറുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളൊരു 6 ആഴ്ച കാത്തിരിക്കൂ എന്ന് പറയുന്നതിലും, ഇത് ഞങ്ങൾ ചെയ്തതല്ല മുൻപത്തെ ബോർഡ് ആണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നതിലും, സർക്കാർ അന്വേഷണം നടത്തി ആ ശരിയായ കള്ളന്മാരെ കണ്ടെത്തുമെന്ന് പറയുന്നതിലുമൊക്കെ എന്ത് ന്യായമാണ് ഉള്ളത്? എങ്ങനെയാണ് സർക്കാരിന് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? എങ്ങനെയാണ് ദേവസ്വം വകുപ്പിന് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വിജിലൻസ് സംവിധാനങ്ങൾക്കോ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കോ ഒന്നും ഇത്രയും വലിയൊരു തട്ടിപ്പ് ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ നടന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതാരുടെ പരാജയമാണ് ശ്രീ PK ഗോപൻ? ഇതിൽ ഇപ്പോൾ ഒരു അവ്യക്തതയുടെ പ്രശ്നമില്ല. 6 ആഴ്ച കഴിയട്ടെ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ വ്യക്തമായി ഏറ്റവും മികച്ച ഒരു ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ടീം നന്നായിട്ട് ജോലിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാൻ പറ്റുന്ന നിലപാടുകൾ വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് നിലവിലുള്ള ദേവസ്വം ബോർഡുകാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ നാളെ പ്രതികളെ കാണിച്ചു തരണം, മറ്റന്നാൾ പ്രതികളെ കാണിച്ചു തരണം എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവർ ഓരോ ഇഞ്ചും അരിച്ചു പറക്കുന്നുണ്ട്, ഓരോ തെളിവുകളും സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്, ഓരോ മേഖലയിലേക്കും അവരുടെ നോട്ടം പായുന്നുണ്ട്, അവരുടെ യാത്രകൾ ശക്തിപ്പെടുന്നുണ്ട്. അതെല്ലാം കേരളീയർക്ക് ആശ്വാസകരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ടീമിനെ ആ അർത്ഥത്തിൽ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. പിന്നെ രണ്ടാമത്തെ വിഷയം 2019 ദേവസ്വം ബോർഡാണ്. 2019 ദേവസ്വം ബോർഡിൻ്റെ മേലും SITയുടെ ഒരു കണ്ണ് പാഞ്ഞിട്ടുണ്ട്. അവർക്ക് അക്കാര്യത്തിൽ നോട്ടക്കുറവ്, ജാഗ്രതക്കുറവ്, അവരാരും സ്വർണം കടത്തിയെന്ന് SIT നിരീക്ഷിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഉത്തരവാദിത്വത്തിൽ ഇരുന്നവർക്ക് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കാണിക്കേണ്ടുന്ന ജാഗ്രതയിൽ കുറവ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് വ്യത്യസ്തമായിട്ട് താഴോട്ട് സർക്കുലേറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ എന്നുള്ളത് ഏതാണ്ട് നിശ്ചയമായി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ചാർജുള്ള ആൾ അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ എടുത്ത നിലപാട് ഇന്ന് കേരളത്തിൽ ഏതാണ്ട് പരസ്യമായി കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരെ ഒരു തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ റോളുള്ള ഒരു മേഖലയാണ് ദേവസ്വം ബോർഡ്. കാരണം സംസ്ഥാന ഗവൺമെൻറ് ദേവസ്വം ബോർഡ് പ്രതിനിധികളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ ആചാരപരമായ കാര്യങ്ങളിലോ അവിടുത്തെ നേർച്ച വരവിലോ അത്തരം കാര്യങ്ങളിലോ ഒന്നും തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റോളില്ല. അവർക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ദേവസ്വം ബോർഡുകളുടെ ഭരണസമിതിക്കാരെ നിശ്ചയിച്ച് കൊടുക്കലാണ്. അതിനും അസംബ്ലിയിൽ ഒരു വ്യവസ്ഥയുണ്ട്. അതനുസരിച്ച് നിശ്ചയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ജോലി നിർവഹിക്കുന്നത് ഇവരാണ്. എന്നാൽ ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് 19 ലക്ഷം ഭക്തർ വരുന്ന ഒരു സമയമാകുമ്പോൾ
വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ട ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കും. അങ്ങനെയാണ് അവിടെ ആഭ്യന്തര വകുപ്പ്, മറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ അതോറിറ്റിക്കാരായാലും ഇലക്ട്രിസിറ്റിക്കാരായാലും അങ്ങനെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളെ വലിയ തിരക്ക് വരുമ്പോൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലി കൂടിയാണ് പിന്നെ സർക്കാർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക. ഇനി ദേവസ്വം ബോർഡിലേക്ക് വന്നാൽ ദേവസ്വം ബോർഡ് പോളിസി മാറ്ററാണ്, നയപരമായ കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കുന്നത്. ഇനി താഴോട്ട് വരുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അത് ദേവസ്വം കമ്മീഷണറായാലും എഞ്ചിനീയേഴ്സ് ആയാലും സെക്രട്ടറി ആയാലും മറ്റ് ഓഫീസേഴ്സ് ആയാലും അവർക്കെല്ലാം അവരുടേതായ ചുമതലകളുണ്ട്. അപ്പോൾ ഇത് കൈയിട്ട് വാരാൻ പറ്റിയ ഒരു കേന്ദ്രമായി കേരളത്തിലെ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പല ആരാധനാലയങ്ങളും പലരും കൈകാര്യം ചെയ്യുന്നത് അത്ര ശുദ്ധിയോടല്ല. അത് സത്യമാണ്. കാരണം അമിതമായ പണം വന്നു പറയുന്ന ഒരു സ്ഥലത്ത് ആ പണം നല്ലതുപോലെ ജനറലൈസേഷനിലേക്ക് പോകുന്നതിന് മുൻപ് താങ്കൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ താങ്കൾ ആദ്യ ഭാഗത്ത് പറഞ്ഞത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ നമുക്ക് വിശ്വസിക്കാം എന്നതാണ്. ഇഞ്ച് ബൈ ഇഞ്ച് കാര്യങ്ങളെല്ലാം തെളിവുകൾ സഹിതം കണ്ടെത്തിക്കൊണ്ട് നടത്തുന്ന അന്വേഷണത്തിലെ 6 ആഴ്ചത്തെ സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാമെന്നത് ആണ് യുക്തിഭദ്രമാണ്, ന്യായമാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ ഭാഗം, അതായത് ഏതാനും ചില ഉദ്യോഗസ്ഥർ അവരുടെ ജാഗ്രത കുറവ് കൊണ്ടും വീഴ്ച കൊണ്ടും സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബോർഡിൻ്റെ വീഴ്ച കൊണ്ടോ ജാഗ്രത കുറവ് കൊണ്ട് സംഭവിച്ചിട്ടുള്ള, പിന്നെ താങ്കൾ പറഞ്ഞ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ഭാഗത്തുള്ള വീഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ വളരെ നിഷ്കളങ്കമായി ഇതൊക്കെ അങ്ങ് സംഭവിച്ചതുപോലെ തോന്നും താങ്കൾ വിശദീകരിച്ചത് കേട്ടപ്പോൾ. ഡോക്ടർ പി കെ ഗോപൻ, ഞാൻ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം വായിക്കാം. 20/7/2019 കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗങ്ങൾ 49 ദിവസം കഴിഞ്ഞാണ് തിരികെ ശബരിമലയിൽ എത്തിച്ചത്. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തത് എന്നും കരുതുവാൻ കഴിയില്ല. ഇതിന് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ദ്വാരപാലക ശില്പപാളികൾ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് 2019 ബോർഡിൻ്റെ വീഴ്ചയാണ്. ഇതിലപ്പുറം ബോർഡിനെ കുറ്റക്കാരായി കാണാൻ കഴിയുന്ന മറ്റെന്ത് സാഹചര്യമാണ് വേണ്ടത് ഡോക്ടർ പി കെ ഗോപൻ? അല്ല, എൻ്റെ വാക്കുകളിൽ വളരെ കൃത്യമായി ഞാൻ ഏതെങ്കിലും തരത്തിൽ അതിനെ നിഷ്കളങ്കമായി നടന്ന ഒരു സംഭവമായിട്ട് അഭിലാഷെ ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. ഗോപികൃഷ്ണൻ ദേവസ്വം ബോർഡിലും അവിടെയൊക്കെ ഇങ്ങനെ സുമോട്ടോ ആയിട്ട് ഇങ്ങനെ മോഷണം നടക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ നിലപാടും ഉദ്യോഗസ്ഥരെടുത്ത കാര്യങ്ങളുമൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ആദ്യത്തെ സൂചനകളിലും 2019 ദേവസ്വം ബോർഡിനെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സിനെയോ പ്രസിഡന്റിനെയോ നമുക്ക് ഇതിനകത്ത് ഒരു ഘട്ടത്തിലേക്ക് വന്നില്ല. അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അന്വേഷണ കമ്മീഷൻ്റെ നിലപാട്, വിജിലൻസിൻ്റെ നിലപാട്, വിജിലൻസ് സംസ്ഥാന ഗവൺമെൻറ് പരിധിയിൽ വരുന്ന ഒരു ഏജൻസിയാണ്. എത്ര സുതാര്യതയോടുകൂടിയാണ് അവർ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലെ നോട്ടക്കുറവോ ജാഗ്രത കുറവോ, ഇനി നേരത്തെ അഭിലാഷ് വായിച്ചതുപോലെ അവരുടെ ഒരു സമ്മർദ്ദം മോഷണത്തിനകത്തുണ്ടായോ, അല്ലെങ്കിൽ അവരുടെ നിസ്സംഗത അതിനകത്തുണ്ടായോ, അല്ലെങ്കിൽ അവരുടെ പ്രേരണയുണ്ടായോ എന്നുള്ളത് തെളിയാനിരിക്കുന്ന കാര്യമാണ്. അത് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ അത് അവസാന രൂപത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ നിരീക്ഷണത്തിൽ ഒരു ചാർജ് ഫയൽ ചെയ്യും അവസാനം, അല്ലെങ്കിൽ അവർ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൽ കുറ്റക്കാരുണ്ടെങ്കിൽ എത്ര കൃത്യമായിട്ടാണ് ഗവൺമെൻറ് അതിൽ നിലപാടെടുത്തത്. മാത്രമല്ല ദേവസ്വം ബോർഡ് ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചത് എന്താ? ഹൈക്കോടതിയിൽ വന്ന കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തുന്ന ആ നിർദ്ദേശത്തിൽ വരുന്ന ആ അന്വേഷണത്തിൽ വരുന്ന കണ്ടെത്തലുകൾ, അതിൽ സർക്കാരിന് വേറെ എന്താ ചെയ്യാൻ കഴിയുക? അല്ല, സർക്കാർ നിലപാടെടുത്തതും പ്രശ്നമായോ? അല്ല, സർക്കാർ നിലപാടെടുത്ത് കണ്ടുപിടിച്ചതല്ലോ ഈ ശബരിമല ഈ സ്വർണ്ണ കവർച്ച ആണോ? പിന്നെ സർക്കാർ കണ്ടുപിടിച്ചതിൻ്റെ കഥകൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ശബരിമലയെ ശുദ്ധീകരിക്കാൻ നടത്തിയ എത്രയോ നീക്കങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അല്ല, ശ്രീ VS അച്യുതാനന്ദൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ
ഈ അതിനുശേഷം പിണറായി സ്വർണ്ണപ്പാളിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അഴിമതി കണ്ടുപിടിക്കാൻ നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെടലിന്റെ എന്ന ഭാഗമായി ഇടനിലക്കാരൻ എന്തെല്ലാം നടത്തിയിട്ടുള്ള ഈ കൊള്ളയുണ്ടല്ലോ, അതിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടല്ലോ, അതിലെ ബോർഡിന്റെ വീഴ്ചയുണ്ടല്ലോ, ഈ കാര്യങ്ങൾ സർക്കാർ ഇടപെട്ട് കണ്ടെത്തിയതാണോ എന്നാണ് ഡോക്ടർ പി കെ ഗോപൻ ഞാൻ ചോദിച്ചത്. അല്ല, സർക്കാരിന്റെ മുമ്പിലേക്ക് ആ പ്രശ്നം വരുമ്പോൾ തന്നെ അത് കോടതിയും, അതല്ലേ മുഖ്യമന്ത്രി തന്നെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, കോടതിയും സർക്കാരും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈ വിഷയം ഉയർന്നു വരുമ്പോൾ തന്നെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞല്ലോ. ഡോക്ടർ പി കെ ഗോപൻ, സർക്കാരിന്റെ സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കോ ദേവസ്വത്തിന്റെ വിജിലൻസ് സംവിധാനത്തിനോ കണ്ടെത്താൻ കഴിയാതെ പോയ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടലിന് ശേഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വീഴ്ചയിലുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ലാതെ സർക്കാർ കണ്ടെത്തുകയോ സർക്കാർ നടപടി സ്വീകരിക്കുകയല്ല. ഇതൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടവർ, ഇതൊക്കെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടവർ, ഇതിന് കാവൽ നിൽക്കേണ്ട ആൾക്കാർ നടത്തിയിട്ടുള്ള കൊള്ള സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സർക്കാരിന് മേനി പറയാൻ എന്താണുള്ളത് ഡോക്ടർ പി കെ ഗോപൻ? മുൻകാലത്ത് സർക്കാർ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഞാൻ പറയാം, അഭിലാഷ് അനുവദിക്കുമെങ്കിൽ. അല്ല, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് തിരുത്തിക്കോട്ടെ. ഞാൻ ഗോപികൃഷ്ണനാണ്, താങ്കൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അഭിലാഷാണെന്ന്. ഗോപികൃഷ്ണനാണ്. ഓക്കെ, അല്ല, ഇറ്റ്സ് ഓക്കെ, പറഞ്ഞോളൂ. അതിന് കുഴപ്പമില്ല. താങ്കൾക്ക് പ്രിയപ്പെട്ട അവതാരകൻ ഒരുപക്ഷെ അഭിലാഷ് ആയിരിക്കും. അപ്പോ അല്ലല്ല പറഞ്ഞോളൂ. അത് ഞാൻ തിരുത്തിയല്ലോ. എനിക്ക് ഗോപികൃഷ്ണനെ നല്ല പരിചയമാണ്. കേരളത്തിലെ മികച്ച മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. അങ്ങയുടെ പേര് തെറ്റി പറഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം ക്ഷമ ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കേരളത്തിൽ, അതിനു മുമ്പ് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, ഇതിനെല്ലാം നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അവിടെ 600ഓളം പേരെ അനധികൃതമായിട്ട് നിയമിച്ച വാർത്ത പുറത്തു വരുന്നത്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ ചെയ്തതെന്താ? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാമൻ നായരുടെ ബോർഡിനെ പിരിച്ചുവിടുക. പിരിച്ചുവിട്ടത് എങ്ങനെയാ? ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷനെ ചുമതലപ്പെടുത്തി. അവരുടെ അന്വേഷണം പുറത്തു വന്നു. അനധികൃത നിയമനമാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിൻ്റെ ബോർഡ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാമൻ നായരെ പിരിച്ചുവിടേണ്ടി വന്നു. അതിനുശേഷമാണ് കേരളത്തിൽ പിണറായി അധികാരത്തിൽ വന്നപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഏർപ്പെടുത്തിയത്. അങ്ങനെ ശബരിമലയിൽ നിയമനം എന്നുള്ളത് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത് ഇല്ലാതാക്കിയത് LDF ഗവൺമെൻറ്റാണ്. ഇനി വേറൊരു സംഭവം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, ശ്രീ ശിവകുമാർ മന്ത്രിയായിരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയാണ് അന്നത്തെ മുഖ്യമന്ത്രി. ശ്രീ ശിവകുമാറിൻ്റെ സഹോദരൻ അവിടെ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ പിടിക്കപ്പെടുകയും 1,87,00,000 രൂപയുടെ അഴിമതിയിൽ അദ്ദേഹം പെടുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. ശിവകുമാർ സസ്പെൻഷനിരിക്കുമ്പോൾ പിന്നീട് പെൻഷനായി പിരിയുന്നു. ഈ സംഭവം കണ്ടുപിടിച്ചതാരാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു മുൻകരുതൽ കൂടി ഞാൻ പറയാം. അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഗവൺമെൻറ് എടുക്കുന്ന ഒരു നിലപാട്, ശബരിമലയിൽ യാതൊരു കാരണവശാലും അഴിമതിയിൽ പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും കൂടി ചെയ്യുന്നത്, അത് ഒരു ആധുനിക സാങ്കേതിക വിദ്യയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ്വെയർ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കരാറുണ്ടാക്കി. ആ കരാർ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ NIC എന്ന കമ്പനിയുമായിട്ടാണ്. അതിൻ്റെ ഭാഗമായി ഇനി ശബരിമലയിൽ ഒരു നയാ പൈസയുടെ വരുമാനം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരി പൊന്ന് അവിടെ ചെന്നാൽ, അല്പം വെള്ളി അവിടെ ചെന്നാൽ, അത് മുഴുവൻ പബ്ലിക് ഡൊമൈനിൽ വരാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അതവിടെ സൂക്ഷിക്കുന്നത് ഇതെല്ലാം. അതുപോലെ തന്നെ ഏതായാലും സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളായി അവിടെ നിൽക്കട്ടെ. പക്ഷെ അതൊന്നും ഈ ശബരിമലയിൽ നടത്തിയിട്ടുള്ള വൻ കൊള്ള, വൻ കൊള്ള, അതിന് നമുക്ക് വെള്ളം പൂശാൻ പറ്റുന്ന ന്യായമായിട്ട് നമുക്ക് നിരത്താൻ കഴിയില്ലല്ലോ. അത്രത്തോളം വലിയ തട്ടിപ്പല്ലേ കൺമുന്നിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഞാൻ വരാം താങ്കളിലേക്ക്. പ്ലീസ്, താങ്കളുടെ അടുത്ത റൗണ്ടിലേക്ക് ഞാൻ വരാം. ഡോക്ടർ MR അഭിലാഷ്, ഇവിടെ ഈ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം, 6 ആഴ്ച കൊണ്ട് പൂർത്തിയാകാൻ പോകുന്ന അന്വേഷണം, അതിലൂടെ നമ്മൾ കണ്ടെത്താൻ കാത്തിരിക്കുന്ന സത്യം, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ ഏതാനും ചില ആളുകളുടെ പേരുകളാണല്ലോ അഡ്വക്കേറ്റ് MR അഭിലാഷ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അന്നുണ്ടായിരുന്നവർ, പിന്നെ 2019 ബോർഡ്. ഇവരുടെ മാത്രം ആസൂത്രണത്തിൽ, ഇവരുടെ മാത്രം ചിന്തകളിൽ, ഇവരുടെ മാത്രം ഇടപെടലുകളിൽ ഇത്ര വലിയൊരു കൊള്ള ശബരിമലയിൽ നടക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഇതിന് പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിനിലേക്ക് അന്വേഷണം പോകാനും
അതിന് നിയമപരമായി ആ കാര്യങ്ങൾ യഥാർത്ഥ കള്ളന്മാരെ കണ്ടെത്താനും ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് ഈ അന്വേഷണം വളരാനുള്ള സാധ്യതകളുണ്ടോ? ഇനി ഈ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ പാളികൾ കൊണ്ടുപോവുകയും അവിടെ വെച്ച് സ്വർണം ഉരുക്കുകയും പിന്നീട് പ്രദർശനം നടത്തി പിന്നെ പണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളിൽ എങ്ങനെ ഇതിലൂടെയൊക്കെ നടക്കുന്ന അന്വേഷണത്തിൽ എന്ത് ഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതിൻ്റെ നിയമപരമായ വഴികൾ എന്തൊക്കെയായിരിക്കും? അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ്. ശ്രീ ഗോപികൃഷ്ണൻ, ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം തുടങ്ങിയ അന്വേഷണത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR-ൽ നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ കാണാൻ കഴിയുന്ന ആ സമയത്ത് ഉത്തരവാദിത്വം വഹിച്ചിരുന്ന വ്യക്തികളെല്ലാം തന്നെ കുറ്റാരോപിതരായി വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസ് ഫേസ് ചെയ്യുകയാണ്. ഈ ക്രിമിനൽ കേസ് ഫേസ് ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൽപേഷും മാത്രമല്ല. 2019 ആ സമയത്ത് ദേവസ്വം കമ്മീഷണറായിരുന്ന ശ്രീ N. വാസു, അപ്പം വളരെയധികം രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹം വിജിലൻസ് ട്രൈബ്യൂണലായിരുന്നു. വർഷങ്ങളോളം നിയമകാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ബോധ്യമുള്ള കേരളത്തിലെ വിജിലൻസ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു പദവി ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം അതിനകത്ത് അക്യൂസ്ഡാണ്. പിന്നെ തിരുവാഭരണ കമ്മീഷണർ 2019 എക്സിക്യൂട്ടീവ് ഓഫീസർ, വെറും സാധാരണ ഉദ്യോഗസ്ഥരല്ല. അതിന് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുണ്ട്, ദേവസ്വം ബോർഡ് മെമ്പേഴ്സുണ്ട്. ഇതിനകത്ത് ബോർഡ് മെമ്പേഴ്സും പിന്നെ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരൊക്കെ ദേവസ്വത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഭരണ ചുമതല വഹിക്കുന്നവരാണ്. അപ്പം നമ്മളിപ്പോൾ ആരൊക്കെയാണ് ഇനി ഇതിൽ ആരുടെ പുറത്തൊക്കെയാണ് കുറ്റം തെളിയിക്കപ്പെടുന്നത് എന്ന് നോക്കി കാത്തിരിക്കുന്നതിന് മുൻപ് തന്നെ ഒരു വ്യക്തിയെ FIR-ൽ കുറ്റാരോപിതനായി പേരെടുത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അവരിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയധികം രാഷ്ട്രീയ പ്രബലരായിട്ടുള്ള വ്യക്തികൾ ഈ FIR-ൽ പ്രതികളാകുമായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ കേവലം ചില ഉദ്യോഗസ്ഥരുടെ അഴിമതിയോ വിക്രിയയോ ഒന്നും അല്ല ഈ ഒരു കുറ്റത്തിന് പുറകിലെന്നുള്ളത് പ്രകടമാണ്. പിന്നെ ഈ FIR-ന് പുറത്ത് ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇതിന് വലിയൊരു രാഷ്ട്രീയ മാനമുണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുകയില്ല. കാരണം ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഇവിടെ ആരോപിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് ആരെയും നമ്മളതിനകത്ത് രാഷ്ട്രീയ ബലിയാടുകളാക്കാൻ ശ്രമിക്കുന്നതിനകത്ത് കാര്യമില്ല. പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡിലെ ഈ രാഷ്ട്രീയ അധികാരികളുടെ വിശ്വാസ കേന്ദ്രമായിട്ടുള്ള അതിശക്തരായിട്ടുള്ള ഭരണ പരിചയം ഉണ്ടായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ ഇതിനകത്ത് പ്രതികളായിട്ടുണ്ട് എന്നുള്ളത് ഇത് കേവലം ഉദ്യോഗസ്ഥർ കാണിച്ച മിസ്ചീഫ് അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചനയാണ്. ഇതിനകത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനകത്ത് വളരെ വ്യക്തമാണ്. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നത് വെറും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ളതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് അന്ന് ശ്രീ വാസുവിന് അന്ന് അയച്ച കത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച കത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് എന്താ? റെസ്പെക്റ്റഡ് സർ, ഐ എം ഉണ്ണികൃഷ്ണൻ പോറ്റി ഫ്രം ബാംഗ്ലൂരിൽ നിന്ന്. നമുക്ക് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല, ബാംഗ്ലൂരിലുള്ള ആളാണ്. അപ്പോൾ ഐ ഹാവ് സം ഗോൾഡ് ബാലൻസ്. ഈ ബാലൻസ് എന്നെങ്ങനെയാണ് വരുന്നത്? ഈ പ്രയോഗം, ഈ മിച്ചം എങ്ങനെയാണ് വരുന്നത്? മിച്ചം വരണമെന്നുണ്ടെങ്കിൽ ആരോടോ എനിക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ടാകുമ്പോഴാണല്ലോ മിച്ചം വരുന്നത്. എൻ്റെ സ്വർണത്തിൻ്റെ പുറത്ത് എനിക്ക് മറ്റൊരാളോട് മിച്ചം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് സ്വർണം മിച്ചമുണ്ട് ഇൻ മൈ ഹാൻഡ് ആഫ്റ്റർ ഫിനിഷിങ് ദ ഗോൾഡ് വർക്ക് ഓഫ് ശബരിമല. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കണം, ആൻഡ് ഐ വുഡ് ലൈക്ക് ടു യൂസ് ഇറ്റ് ഇൻ കോർഡിനേഷൻ വിത്ത് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് കോർഡിനേഷനിൽ അത് ഉപയോഗിക്കുവാനുള്ള അനുമതിയോ അഭിപ്രായവും തേടിയിട്ടാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു കത്തിൻ്റെ പുറത്ത് നമുക്കൊരു വെറും ചർച്ച നടത്തിയല്ല. ഇവിടെ ഹൈക്കോടതിയുടെ ബോധ്യം, അതിന് ഫോളോ ചെയ്യുന്ന 21-ാം പാരഗ്രാഫിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ബോധ്യം എഴുതിയിട്ടുണ്ട്. അതെന്താ ബോധ്യം? ദിസ് റെവലേഷൻ ഈസ് ഡീപ്ലി ഡിസ്റ്റർബിങ്. വളരെയധികം മനോവിഷമം ഉണ്ടാക്കുന്ന ഡിസ്ക്ലോഷറാണിത് എന്ന് മാത്രമല്ല, ഇറ്റ് എക്സ്പോസസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇംപ്രൊപ്രൈറ്റി ഇൻവോൾവ്. ഏത് ഗുരുതരമായ തലത്തിലാണ് ഇതിനകത്ത് ക്രമക്കേടുകൾ നടന്നത് എന്നുള്ളത് വെളിവാക്കുന്നതാണ് ഇതെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് എന്താ? ഇറ്റ് അൺമിസ്റ്റേക്കബിളി ഡിമോൺസ്ട്രേറ്റ്സ്, ഇത് തെളിയിക്കുന്നു, ഒരാശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ, ഒരു തെറ്റിനും വകയില്ലാത്ത രീതിയിൽ
ഇത് പ്രകടിപ്പിക്കുന്നു. എന്താണ്? ദേവസ്വം അധികാരികൾ ആക്ടഡ് ഇൻ കൺസേർട്ട് വിത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം അധികാരികൾ എന്ന് പറഞ്ഞാൽ ആർക്കാണോ കത്തെഴുതിയത്, ആ കത്തിന് പുറമെ ആരൊക്കെയാണോ നടപടിയെടുത്തത്, അങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ ദേ ഹാവ് ബിക്കം അക്യൂസ്ഡ് ഇൻ ദിസ് FIR. അപ്പോൾ നമുക്കിപ്പം മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പക്ഷേ അത്തരത്തിലൊരു കൺജങ്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് അത് നമുക്കറിയില്ല ആരിലേക്കൊക്കെ ചെന്ന് നയിക്കും, ഇനി ചെല്ലുമോ അതോ ഇവരൊക്കെ തന്നെയുള്ള ഇവരുടെയൊക്കെ ഗൂഢാലോചനയാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത് വെറും ഉദ്യോഗസ്ഥരുടെ വിക്രിയയായിട്ട് നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. 2019 രാഷ്ട്രീയമായിട്ടുള്ള നിർണായകമായ തീരുമാനം ശബരിമലയുടെ ആരാധനാ സങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങളിലും എടുത്തിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് ഇവിടെ കുറ്റാരോപിതരായിരിക്കുന്നത്. 2019 എന്ന വർഷം ശ്രീ ഗോപികൃഷ്ണൻ മറന്നിട്ടുണ്ടാകാൻ വഴിയില്ല. വളരെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെട്ട ആരാധനാലയമാണ് ഭരണാധികാരികളാൽ. ആ സമയത്ത് അതിനകത്തൊക്കെ ചുക്കാൻ വഹിച്ച വ്യക്തികൾ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആണ് എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ അന്ന് കാട്ടിയ ജാഗ്രത ഇവിടെ കാട്ടിയില്ല. ജാഗ്രത കുറവ് മാത്രമല്ല, ഇതിനകത്തൊരു ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ കുറ്റാരോപിതരാവില്ലല്ലോ ശ്രീ ഗോപികൃഷ്ണൻ. അപ്പോൾ ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാർ, രാഷ്ട്രീയ വിശ്വാസം അധികാരികൾ അർപ്പിച്ചിട്ടുള്ള ആൾക്കാർ, ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾക്കാർ, അവരുടെയൊക്കെ അറിവും സമ്മതവും ഇല്ലാതെ ഇത് സംഭവിക്കില്ല. പരിചയസമ്പന്നരായിട്ടുള്ള വ്യക്തികൾ, വിജിലൻസിനെ കുറിച്ചും അഴിമതി നിരോധന നിയമത്തിനെക്കുറിച്ചും ദേവസ്വത്തിൻ്റെ ഉത്തരവാദിത്വത്തിനെക്കുറിച്ചും ഒന്നും ബോധ്യമില്ലായിട്ടുള്ള ആൾക്കാരല്ല. വളരെയധികം ബോധ്യവും പ്രാവീണ്യവുമുള്ള ആൾക്കാർ അവരിതിനൊക്കെ കൂടെ നിന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡീപ്ലി അലാമിങ്. അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം. നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ പുറത്തേക്കൊരു ഒന്നും നമുക്ക് പോയി ആരോപണം ഉയർത്തുന്നതിനകത്ത് ഈ സാഹചര്യത്തിൽ അർത്ഥമില്ല. റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടെ പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി ജോർജ് ജോസഫ് സാർ, തുടക്കത്തിൽ നമ്മൾ കരുതിയത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ്, ആ തട്ടിപ്പിന്റെ ഭാഗമായി ഇതൊക്കെ സംഭവിച്ചു എന്നാണ്. പക്ഷേ പിന്നീട് ഓരോരോ കാര്യങ്ങളായി ഇതിന്റെ അടരുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ ഈ തട്ടിപ്പ് ഇവിടെയൊന്നും നിൽക്കില്ല, അതിന് വലിയ മാനങ്ങളുണ്ട്, അതിന് പിന്നിൽ വലിയ സംഘങ്ങളുണ്ട്, വലിയൊരു ശൃംഖല തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ സംശയിക്കാവുന്ന തരത്തിലേക്ക് പുതിയ വിവരങ്ങൾ വരുമ്പോൾ ഇത് മാറുകയാണ്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഈ കാര്യത്തിലുള്ള പങ്ക് സംശയിക്കപ്പെടുകയാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആയിരുന്ന മനോജ് ഭണ്ഡാരി പറഞ്ഞത് ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്വർണം പൂശിയിട്ടുള്ളൊരു പാളി ഞങ്ങൾ സ്വീകരിക്കില്ല, ഇവിടെ വന്നത് ചെമ്പ് പാളിയാണ്, അതുകൊണ്ട് അതിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മന്ത്ര എന്ന സ്ഥാപനത്തിന് ഹൈദരാബാദിലൊരു അവിടെ അവർക്കൊരു ശാഖയുണ്ട്. അവിടെയാണ് ഈ സ്വർണം ഉരുക്കിയിരിക്കുന്നത് എന്ന സംശയം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. അതെല്ലാം അവിടുന്ന് കടത്തിയിരിക്കുന്നു, അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ആദ്യം വളരെ നിഷ്കളങ്കമായി പ്രതികരിച്ച സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മേധാവിക്ക് ഇപ്പോൾ ഉത്തരമില്ല. അവർ ഇയാളുമായി ചേർന്ന്, പോറ്റിയുമായി ചേർന്ന് നടത്തിയിട്ടുള്ള കൂട്ടുകച്ചവടമാണോ, അങ്ങനെയാണെങ്കിൽ അതിലെ പങ്ക് പറ്റിയവരാരൊക്കെയാണ് എന്ന് തുടങ്ങി ഇത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന പോലെ ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള ഓരോരുത്തരിലേക്കും ഈ അന്വേഷണം പോകാൻ പോവുകയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇതിന് ഒത്താശ ചെയ്തു ഇതിലെ സൂത്രധാരൻ എന്ന് പറയാവുന്നവരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമോ? അതിനുള്ള സാധ്യത വളരെ കുറവായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി ഒരു കാര്യം നിരീക്ഷിച്ചു, അവിടെ മുതലാണ് ഇതിൻ്റെ തുടക്കം. അതിനു മുമ്പ് ഗവൺമെൻറ്റോ അതുപോലെ തന്നെ അവിടുത്തെ വിജിലൻസിലുള്ള ഒരു SPയോ അവിടെ സ്റ്റേറ്റ് ഇൻ്റലിജൻസുകാരോ ആരും ഈ സ്വർണ്ണക്കൊള്ള അറിഞ്ഞില്ല, ആർക്കും അറിയില്ല. ഹൈക്കോടതി ഇടപെട്ട് അത് സംശയം തോന്നി, അവിടെ മുതലാണ് ഇതിൻ്റെ തുടക്കമെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പം തന്നെ എന്തൊരു കൊള്ളയാണ് നടന്നതെന്ന് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നു. ആരൊക്കെയാണ് അതിൻ്റെ ബെനിഫിഷ്യറി, ആരുടെ കയ്യിലൊക്കെ ആ പണം ചെന്ന് എത്തിയെന്നുള്ള ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, 2 ആഴ്ചക്കകം പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കണം, പിന്നെ അടുത്ത 4 ആഴ്ചക്കകം 2 റിപ്പോർട്ട് കൊടുക്കണം, 6 ആഴ്ചയ്ക്കുള്ളിൽ ഇത് പൂർത്തിയാക്കണമെന്ന്. അത് പ്രായോഗികമായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലപ്പം വീണ്ടും സമയം കൊടുത്തേക്കും. പക്ഷേ അതല്ല, നമുക്ക് ഇത് 1998 മുതൽ വിജയ മല്യയുടെ അന്ന് മുതൽ തീർച്ചയായിട്ടും ഇതൊരു അന്വേഷണത്തിലോട്ട് വരണം. അതിന് സമയങ്ങളെടുക്കും. കാരണം 98 നമുക്കറിയാം, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 44.800 ഗ്രാം, 44 കിലോ 800 ഗ്രാം സ്വർണം വിജയ മല്യ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു.
അതിപ്പോൾ അവിടുന്ന് വെളിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ 38.300 ഗ്രാം, 38 കിലോ 300 ഗ്രാം, അങ്ങനെ ഒരു കണക്കുണ്ട് ബേസിക്കായിട്ട്. 1998 നമ്മൾ ആലോചിച്ചോണം, ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയിലെ 1564.190 ഗ്രാം സ്വർണം അത് ആ പാളിയിലുണ്ടായിരുന്നു. പിന്നെ കട്ടിളയിൽ 2519 760 ഗ്രാം അവിടെ പൂശുകയോ അല്ലെങ്കിൽ പൊതിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ ചുറ്റുമുള്ള 8 തൂണുകളിലെ 4302.680 ഗ്രാം സ്വർണം അവിടെയുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പം 8386.630 ഗ്രാം അത്ര സ്വർണം, 8386 എന്ന് പറഞ്ഞാൽ 8 കിലോ 360 ഗ്രാം സ്വർണ്ണ ഇല്ല അവിടെ ഇല്ല. ഇവിടെയാണ് അന്വേഷണം പോകേണ്ടത്. കാരണം അതിന് അവിടുത്തെ വിജിലൻസ് ഫെയിലിയറായി. ഇപ്പോൾ ഒരു റിപ്പോർട്ടൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലൊക്കെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 2 FIR എടുത്തതൊക്കെ ശരി തന്നെ. അതിന് മുമ്പും അവിടെയുണ്ട്. അപ്പോൾ 1998 മുതൽ നമ്മൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ തട്ടിപ്പിൻ്റെ വെട്ടിപ്പ് ആരൊക്കെയാണ് ഇതിനകത്ത് കാലാകാലങ്ങളായിട്ട് ഇതിൻ്റെ പങ്ക് പറ്റിക്കൊണ്ട് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വരുള്ളൂ. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രത്യേക 2019 ഇവിടുന്ന് കൊണ്ടുപോയ സാധനം എവിടെയൊക്കെ കൊണ്ടുപോയി അതിൻ്റെ സ്വർണ്ണം ഊറ്റിയെടുത്തു, മന്ത്ര അങ്ങനെയൊക്കെ ധാരാളം വരുന്നുണ്ട്. 49ാമത്തെ ദിവസം തിരിച്ചു വന്നിട്ടുണ്ട്. ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ട് അത് പ്രതിഷ്ഠയ്ക്ക് വെച്ചു. അപ്പോൾ അങ്ങനെ പണം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഇതിനകത്തെ മുഴുവൻ സ്വർണ്ണങ്ങളും അത് മാറ്റിക്കഴിഞ്ഞു. കാരണം എന്നിട്ട് ഒരു ചെമ്പ് പുതിയ അത് ചെമ്പ് ഐറ്റങ്ങൾ ആണ് ഹൈക്കോടതിയിൽ ഇവിടെ ശബരിമലയിൽ വന്നിരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ശബരിമലയിലിരിക്കുന്നത് അതാണ് അതിൻ്റെ സത്യം. അത് തന്നെയല്ല, ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോയതെല്ലാം 4 വശത്തു നിന്ന് പോയി അതിൻ്റെ കമ്മീഷനും അതിൻ്റെ വിഹിതങ്ങളും പറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് വിദേശത്ത് പല ആൾക്കാരും പോയി, ശബരിമലയിലെ ആൾക്കാർ. അവരൊക്കെ അതിൻ്റെ പങ്ക് പറ്റിയവരാണ്. അവരെയൊക്കെ ഇതിനകത്ത് പ്രതിയാക്കേണ്ടി വരും. കാരണം ഇയാൾ തട്ടിച്ചെടുത്ത പണത്തിൻ്റെ പങ്ക് പറ്റി അത് എൻജോയ് ചെയ്യാൻ വേണ്ടി വിദേശങ്ങളിൽ പോയവരാണ്. അപ്പം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 11 പേരിലേക്കാണ് 2ാമത്തെ FIRൻ്റെ അന്വേഷണം വന്നിരിക്കുന്നത്. അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള 7 പേരും 8, 9, 10, 11 ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അന്നത്തെ പ്രസിഡൻറ്റും 2 ദേവസ്വം ബോർഡ് മെമ്പേഴ്സും. ഇത്രയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. ഇനി ധാരാളം പേര് ഇതിൻ്റെ അകത്ത് വരേണ്ടിയിരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ എന്തുമാത്രമാണ് സ്വർണം തട്ടിച്ചുകൊണ്ട് പോയെന്നുള്ള കണക്ക് ഇന്നും വ്യക്തമല്ല. ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നു കിട്ടിയത് അവിടുത്തെ വിജിലൻസ് SP കൊടുത്ത കണക്കിൻ്റെ അനുസരിച്ചും അതേപ്പറ്റിയാണ് ഹൈക്കോടതി അതിനെപ്പറ്റി 6 ആഴ്ചക്കകം അത് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ഹാജരാക്കാൻ. അതിനകത്ത് ഒരു 4% ആൾക്കാരെ അല്ലെങ്കിൽ കാൽഭാഗം ആൾക്കാരെ അതിനകത്ത് വരുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം 6 ആഴ്ചക്കകം റിപ്പോർട്ട് കൊടുത്തേക്കാം. ബാക്കി എത്രയോ നമുക്ക് ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. അല്ല ജോർജ്, ഈ തട്ടിപ്പ് ഇത് വളരെ ആസൂത്രിതമായി നടന്നതാണെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. കാരണം ഈ സ്വർണം, അതായത് ഈ വിജയ് മല്യ കൊടുത്തത് സ്വർണത്തിൽ പൊതിഞ്ഞതാണ്. അത് പിന്നെ അത് മങ്ങിയിരിക്കുന്നു, ചെമ്പ് കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അത് മഹസറിൽ രേഖപ്പെടുത്തുമ്പോൾ അത് ചെമ്പായി മാറുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് വീണ്ടും അത് ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയിലേക്ക് കൈവശം കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആ തീരുമാനത്തെ ഒന്നുകൂടി വളച്ചൊടിച്ച് ഉത്തരവാക്കി ഇറക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ ഔദ്യോഗികമായി രേഖപ്പെടുത്തേണ്ട, നിയമപരമായി രേഖപ്പെടുത്തേണ്ട ഘട്ടങ്ങളിൽ ഒന്നും ഇത് രേഖപ്പെടുത്തപ്പെടുന്നില്ല. അങ്ങനെ വളരെ ആസൂത്രിതമായി വളരെ സിസ്റ്റമാറ്റിക്കായി ഒരു തട്ടിപ്പ് ഇതിനകത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇവരുടെയൊക്കെ കൺമുന്നിൽ വെച്ചുകൊണ്ട്, ഇവരുടെയൊക്കെ ഒത്താശയോടുകൂടി. അപ്പോൾ ഇത് വളരെ വലിയ ഒരു ഗൂഢസംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുകയും ഒരുപക്ഷെ കാലാകാലങ്ങളായി പല പല കാര്യങ്ങളിലൂടെ നടത്തുന്ന തട്ടിപ്പ് ഒരു വലിയ തട്ടിപ്പായി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ സംഭവിക്കുകയും ചെയ്തു എന്ന് സംശയിക്കാൻ പാകത്തിലുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹൈക്കോടതി ഇപ്പം ഇപ്പോഴേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് പൂർത്തിയാക്കിക്കോട്ടെ, 6 ആഴ്ച കൊണ്ടോ അല്ലെ 12 ആഴ്ച കൊണ്ടോ. അതിനുശേഷം വീണ്ടും ആ അന്വേഷണം മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. കാരണം 1998 മുതലുള്ള കാര്യങ്ങൾ കിടക്കുകയാണ്. അത് തന്നെയല്ല, അവിടുത്തെ സ്ട്രോങ് റൂമിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നു എന്ന് റിട്ടയർഡ് ജസ്റ്റിസ് അവിടെ പോയിട്ടുണ്ട്, അദ്ദേഹം അത് കണ്ടുപിടിക്കും ഇപ്പോൾ ഉള്ളത്. പക്ഷേ അവിടേക്ക് എന്തൊക്കെ സാധനങ്ങൾ വന്നിരിക്കുന്നു, സ്വർണം വരുന്നുണ്ട്, വെള്ളി വരുന്നുണ്ട്, ഡയമണ്ട് വരുന്നുണ്ട്, കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഇത് ഓരോ ഭക്തരും അങ്ങോട്ട് കൊടുക്കുന്നതാണ്.
5ഉം 6ഉം മാലകൾ ഒന്നിച്ചെടുത്ത് എറിഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും ഭക്തന്മാരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ കണക്കിൽ വന്നിട്ടുണ്ടോ, അവിടുത്തെ അത് മുഴുവനായിട്ട് അത് രേഖയിൽ വന്നിട്ടുണ്ടോ, ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തട്ടിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുടെ സങ്കേതമായിട്ട് അധപ്പതിച്ചു പോയി. അതാണ് നമ്മൾ അതുകൊണ്ട്, കാരണം ഞാനവിടെ 2 പ്രാവശ്യം ഡ്യൂട്ടി ചെയ്ത മനുഷ്യനാണ്. അന്നുള്ള കാര്യം ഏതൊക്കെ രംഗത്തൂടെയാണ് ആ പണം പോകുന്നതെന്ന്. ശബരിമല വരുന്ന അവിടെ പമ്പയാറ്റി അവിടെ എറിഞ്ഞു കളയുന്ന തുണി, അത് തന്നെ എത്ര ലോഡാണ് ഒരു ദിവസം പോകുന്നത്. പാണ്ടി ലോറിയിൽ വന്നിട്ട് 2-3 ലോഡ് ദിവസം പോകുന്ന, ഞാനത് നേരിട്ട് കണ്ട വ്യക്തിയാണ്. അത് ഓരോ രംഗത്തും ഉണ്ട്. അവിടുത്തെ എല്ലാ രംഗത്തും ഇതുപോലെ അവിടുത്തെ അരവണയുടെ അതിൻ്റെ അകത്തെ വരുമാനം, ആ അരവണ സ്ഥിരമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പല കൊട്ടേഷൻ വന്നെങ്കിലും ഒരാളാണ് സ്ഥിരമായിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. എത്രയോ വർഷങ്ങളായി അതിൻ്റെയൊക്കെ വീതം കൊടുത്ത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് നിർത്തണം. ഇതൊക്കെ അതിനാണ് ഒരു അന്വേഷണ ഏജൻസിയുടെ ഒരു ഫൈൻഡിങ് വരുമ്പം ഈ കേസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു തട്ടിപ്പ് മേഖലയും കൂടെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് സൂപ്പർവൈസറി ലാപ്സസ് അവിടുത്തെ മന്ത്രി മുതൽ എല്ലാവർക്കും വന്നു കഴിഞ്ഞു. കാരണം എന്തിനാണ് പിന്നെ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പേഴ്സും ഒക്കെ വരുന്നത്? അവരറിയാതെ ഒന്നും നടക്കില്ല. ശബരിമലയിൽ നിന്ന് ഒരു സാധനവും വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വിജയമല്യയുടെ 60 തൊഴിലാളികൾ അവിടെ ഇരുന്നിട്ടാണ് അത് പൂശുകയും അവിടെ സ്വർണം അവിടെ ചേർക്കുകയും ചെയ്തത്. ഒരു സാധനവും ശബരിമലയിൽ നിന്ന് വെളിയിൽ പോകാൻ പാടില്ല. പിന്നെ കൊണ്ടുപോയതിൻ്റെ അകത്ത് കണക്ക് അതിനകത്ത് അവിടെ ഞാൻ പറഞ്ഞത് കൊണ്ടുപോയതിനകത്ത് കുറച്ചിങ്ങോട്ട് ഇട്ടു, കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയി, ആ കണക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ശബരിമലയിലെ ഞാൻ ചോദിക്കുന്നത് ഇതിലെ പങ്കുകാരുണ്ടാകുമല്ലോ. ഇപ്പൊ ഈ തട്ടിപ്പ് വലിയ രീതിയിൽ ആസൂത്രണം ചെയ്യുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് തങ്കത്തിന്റെ 24 കാരറ്റ് സ്വർണത്തിന്റെ വിലയല്ല, അതിനൊരു ഡിവൈൻ വാല്യൂ ഉണ്ട്. കാരണം അത് അയ്യപ്പന്റെ സ്വത്താണ്, അതിന്റെ പരിപാവനതയുണ്ട്, അതിന്റെ ദൈവികതയുണ്ട്. അപ്പോൾ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് പ്രൈസ്ലെസ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിലേക്ക് കണ്ണി ചേർക്കപ്പെടുന്ന ധാരാളം ആളുകൾ അല്ലെങ്കിൽ പിന്നെ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. അവരിലേക്കൊക്കെ ഈ അന്വേഷണം എത്തുന്നതിന് എന്താണ് തടസ്സം? താങ്കൾ പറഞ്ഞ അങ്ങനെ താങ്കൾ കരുതുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുള്ള തടസ്സം? അതിനുള്ള തടസ്സം കാരണം ഹൈക്കോടതി ഇപ്പം പിടിച്ചെടുത്ത് ആ ഒരു കണക്ക് മാത്രം ചിലപ്പം വന്നേക്കുമായിരിക്കും. ശബരിമലയിലെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഈ തട്ടിപ്പുകൾ ധാരാളമുണ്ട്. ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവിടെ തട്ടിക്ക് നടക്കുന്നത്. അവിടെ വരുന്ന പണത്തിന് എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ നേർച്ചയായിട്ട് ഇടുന്ന വിലപിടിപ്പുള്ള മാല അതിൻ്റെ ഒന്നും കണക്കില്ലാന്നേ, അതിൻ്റെ മാറ്റുന്നില്ല. ഇപ്പോൾ തന്നെ ഇവിടുന്ന് തട്ടിക്കൊണ്ട്, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോയതിനകത്ത് കുറവുണ്ടോ? അവിടെ കൊണ്ടുപോയി അത് പ്രതിഷ്ഠയ്ക്ക് വെച്ചോ, അതിനകത്തുനിന്ന് കുറച്ച് അതൊന്നും അല്ലല്ലോ. ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ലല്ലോ. ഇവിടുത്തെ മൊത്തം വിജയമല്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ കൊടുത്തിരിക്കുന്ന സ്വർണം, കാരണം അവിടെ വേറെയും പല ആൾക്കാർ കിലോ കണക്കിന് സ്വർണം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം കണക്കെടുത്തിട്ട് അത് കൊണ്ടുപോയതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതവിടെ വെച്ചേ വെക്കും. അന്നുള്ള ഭാരവാഹികൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അന്നത്തെ ദേവസ്വം മന്ത്രിമാർ ആ സാധനം അവിടെ തിരിച്ചു വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്വേഷണം ഈ രീതി പോയാൽ ഒക്കില്ല, നമ്മൾ പറയുന്ന രീതി കൊണ്ടുപോകാനായിട്ടും കഴിയില്ല. കാരണം ഇതിനകത്ത് നമുക്കറിയാം ഒരു ഡക്കോയിറ്റി ഉണ്ട്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ട്, പിന്നെ സ്റ്റോളൻ പ്രോപ്പർട്ടി കൊണ്ടുപോയ ആൾക്കാരുണ്ട്, ചീറ്റിംഗ് ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ധാരാളം ഒഫൻസസ് ഇതിനകത്ത്, ഫോൾസിഫിക്കേഷൻ ഓഫ് റെക്കോർഡുണ്ട്, കള്ളമാസർ എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 406 പഴയ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഒഫൻസുകൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഹൈക്കോടതി കണ്ടെത്തിയ അത്രയും ഭാഗത്തെ മാത്രം ഒരു 6 ആഴ്ചക്കകം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളെ പറ്റി പറഞ്ഞേ വെക്കുള്ളൂ. അത് തന്നെയല്ലേ ശബരിമലയിൽ 4-5 ആഭരണങ്ങൾ വലിച്ചെറിഞ്ഞ ആൾക്കാർ ഇപ്പോഴത് അക്കൗണ്ടിൽ വന്നിട്ടില്ലെങ്കിൽ അവരിപ്പോൾ രംഗത്ത് വരും. അവർക്കറിയാമല്ലോ നമ്മളെ ഇട്ടതെന്ന്. അങ്ങനെ വരട്ടെ, മലയാളികളും ആൾക്കാർ രംഗത്തോട്ട് വരട്ടെ. ശബരിമല ഭക്തന്മാർക്ക് ധാരാളം പേര് ദക്ഷിണേന്ത്യയിലുണ്ട്, കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലും. അങ്ങനെ കിലോ കണക്കിന് സ്വർണം കൊടുത്തവരും വിലപിടിപ്പുള്ള സാധനം കൊടുത്തവരും അവർ രംഗത്തോട്ട് വരട്ടെന്ന്. ഞങ്ങൾ ഇട്ട സാധനം അത് എവിടെ പോയി എന്ന് പറയണ്ടേ? അപ്പോൾ അതിനൊക്കെ പറയാൻ സമയമായി. കാരണം ഹൈക്കോടതിയിൽ ഈ ഇടപെടൽ മതി. ഇതനുസരിച്ച് ധാരാളം ലിറ്റിഗേഷൻസ് വരും. നമ്മളോടൊപ്പം ശ്രീ രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട് ടെലിഫോണിൽ. ശ്രീ രാഹുൽ, ഇവിടെ CPM-ന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ PK ഗോപനാണ്. അദ്ദേഹം പറയുകയാണ് ഈ കാര്യങ്ങളിലൊക്കെ സർക്കാർ തന്നെയാണല്ലേ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ സുതാര്യമായി ഇതൊക്കെ കണ്ടെത്തുന്നതിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു, 6 ആഴ്ച കൊണ്ട് കാര്യങ്ങൾ അറിയാം. ഇതിൽ ഏതാനും ചില ഉദ്യോഗസ്ഥർക്കും ബോർഡിലെ അംഗങ്ങൾക്കൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട്. അവരൊക്കെ ഈ അന്വേഷണം കഴിയുമ്പോൾ ആരൊക്കെയാണോ കുറ്റക്കാർ അവരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമെന്നാണ്.
ഇതിലെ ഒരു മാസ്റ്റർ ബ്രെയിനിലേക്ക്, ഇതിനെല്ലാം പിന്നിലുള്ള ഒരു സൂത്രധാരനിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എങ്ങോട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് താങ്കളുടെ നോട്ടത്തിൽ? ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങേക്കും അജാസിനും അങ്ങയുടെ ടീമിനും ആദ്യം തന്നെ ഒരു ക്ഷമയുണ്ട്. ഇവിടെ ഫിൻലാൻഡ് എംബസി പരിപാടി തീരാൻ താമസിച്ചു, അതാണ് എനിക്ക് കയറാൻ കഴിയാത്തത്. ഇനി ഗോപൻ സാറിനോട് വളരെ ബഹുമാനപരത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം നിൽക്കാൻ കഴിയില്ലെന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മൾ ആരെയാണ് നമ്മൾ ആത്മവഞ്ചന പോട്ടെ, നമ്മൾ ആത്മവഞ്ചന നടത്തിയിട്ട് കാര്യമുണ്ടോ? അതായത് ഉദ്യോഗസ്ഥർ വരും കൈയല്ലേ, നയപരമായ തീരുമാനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലേ? അഥവാ പോളിസി ഡിസിഷൻ, ഓപ്പറേഷണൽ കാര്യങ്ങൾക്ക് മാത്രമേ ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യവും അനുമതിയുമുള്ളൂ. പോളിസി കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് അനുമതി വേണം. ശ്രീ ഗോപികൃഷ്ണനും എനിക്കും അറിയാവുന്ന 1-2 പേരുകളുണ്ട്. നമ്മൾ കൂടുതൽ തെളിവ് വന്നിട്ട് പറയാം, അല്ലെങ്കിൽ പല മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ പേരും ഫോട്ടോയും വെച്ച് തന്നെയാണ് ഈ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം അടക്കം ഇതിൽ ഉൾപ്പെടാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെയോ എങ്ങനെയാണ് നടക്കാൻ കഴിയുക? നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടല്ലേ സംസാരിക്കാൻ പറ്റൂ. ഇപ്പം കട്ടിലയുടെ കാര്യത്തിൽ 7ാം പ്രതിയായിട്ടും മറ്റും ദേവസ്വം ബോർഡിനെ മറ്റും ചേർത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സ്വർണ്ണപ്പാളികൾ കടത്തിയ വിഷയത്തിലും സ്വർണ്ണക്കൊള്ള നടന്ന വിഷയത്തിലും വരെ പ്രതി ചേർക്കുന്നില്ല? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാർക്ക് ഇത് രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നതാണോ സംശയിക്കുന്നത് തെറ്റില്ല. ഒരു ഇലക്ഷൻ വർഷമാണ്. CPMുമായി ബന്ധപ്പെട്ട CPMന്റെ നേതാക്കളോ മുതിർന്ന നേതാക്കളോ ഇതിൽ പ്രതികളായി വന്നാൽ അതിനവർക്ക് രാഷ്ട്രീയപരമായി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അവരെ ഡിഫെൻഡ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഒരു ഞാനും പാർട്ടിക്കാരനാണെങ്കിൽ അങ്ങനെ ചെയ്യൂ. പക്ഷേ സാധാരണ ജനങ്ങൾ ഇതിൽ വളരെ അജിറ്റേറ്റഡ് ആണ്, വളരെ ആംഗ്രിയാണ്. കാര്യം കോടിക്കണക്കിന് രാഷ്ട്രീയത്തിന് അതീതമായി അയ്യപ്പനെ കാണുന്ന ഭക്തജനങ്ങൾക്ക് ഈ വിഷയത്തിൽ വേദനയുണ്ട്. സംശയഭേദമന്യേ തന്നെ ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടു, മറ്റ് പല അമ്പലങ്ങളിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകൾ ഇന്ന് 24 ന്യൂസ് അടക്കം രാവിലെ മുതൽ ബ്രേക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ എത്ര അമ്പലങ്ങളിൽ നിന്ന് ഇങ്ങനെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട് കാണും? ഇതിന്റെ പിന്നിൽ ഒരു സ്വർണ്ണക്കൊള്ള മാഫിയ, ദേവസ്വം മാഫിയ എന്ന വാക്ക് പറയുന്നത് എനിക്ക് വേദനയുണ്ട്. പക്ഷെ ഒരു ദേവസ്വം ബോർഡ് മാഫിയയെ പോലെ പ്രവർത്തിക്കുകയും സിസ്റ്റമാറ്റിക്കായി, അതായത് വളരെ ഘടനാപരമായി സംവിധാനപരമായി ഒരു സ്വർണ്ണ ലൂട്ട് നടത്തുകയല്ലേ ചെയ്തത്. ഏറ്റവും സിമ്പിളായ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി സ്വർണം ക്ലാഡ് ചെയ്ത സാധനങ്ങൾ സ്വർണം പ്ലേറ്റഡ് ആക്കുക, ഗോൾഡ് ക്ലാഡിംഗ് ഗോൾഡ് പ്ലേറ്റഡ് ആക്കുക. കാര്യം 5-1 10 മാത്രമേ ഗോൾഡ് പ്ലേറ്റിംഗിന് വരികയുള്ളൂ. എന്നിട്ട് അതിൽ മഞ്ഞ നിറം കൂട്ടിയടിക്കുക. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇതിന്റെ പ്രഭ കൂടി, ഇതിന്റെ ഗ്ലോ കൂടിയെന്ന്. പക്ഷെ ഇത് 4-5 വർഷത്തിന് ശേഷം വീണ്ടും മങ്ങും, വീണ്ടും ചെയ്യേണ്ടി വരും. അത് എടുത്തുകൊണ്ട് പോയി വീണ്ടും ആൾക്കാരെ പ്രദർശിപ്പിച്ച് ആൾക്കാരുടെ ഫണ്ട് കൺസോളിഡേറ്റ് ചെയ്ത് കൂടുതൽ കാര്യം ചെയ്യുക. ഈ 2 കൊള്ളകളാണ് ഇവിടെ നടന്നത്. രണ്ടാമത്തെ കൊള്ള കമ്പാരിറ്റീവ്ലി ലെസ് ക്രൈമാണ്, പക്ഷെ അതും ക്രൈമാണ്, കുറെ കൂടെ വലിയ കൊള്ള. ഇത് ആചാര ലംഘനമാണെന്നും വിശ്വാസ ലംഘനമാണെന്നുള്ള കാര്യത്തിൽ തർക്കം പോലുമില്ല, നമ്മൾ തർക്കിക്കേണ്ട കാര്യം പോലുമില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണലിയും ലീഗലിയും സ്പീക്കിംഗ് ക്രൈമാണ്. ഹൈക്കോടതിയുടെ വാക്കെടുത്ത് പറഞ്ഞാൽ എലമെന്റ്സ് ഓഫ് തെഫ്റ്റ് ഇതിനകത്തുണ്ട്, വ്യാജരേഖാ നിർമ്മാണമുണ്ട്. എത്രയോ വർഷം ജയിലിൽ കിടക്കുന്ന, ആലോചിച്ച് നോക്കുക ശ്രീ ഗോപികൃഷ്ണൻ, എത്രയോ വർഷം ജയിലിൽ കിടക്കുന്ന ക്രൈമാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഇത് ബോർഡില്ലാതെ, ഇനി ബോർഡിന് മേളിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ബോർഡിന് മേളിലുള്ളതെന്ന് പറഞ്ഞാൽ ഭരണത്തിൽ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹം. അല്ല, അവിടെ എനിക്കൊരു ചോദ്യമുള്ളത് ശ്രീ രാഹുൽ ഈശ്വർ, അതായത് ഇടനിലക്കാർ, പിന്നെ ഏതാനും ചില ഉദ്യോഗസ്ഥർ, ചില ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇവരിൽ അവസാനിക്കും ഇത് എന്നാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെ അവസാനിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. കാര്യം നമുക്കെല്ലാം അറിയുന്നതും ആക്ടിവിസ്റ്റുകളെ ഒന്നും കേട്ടണ്ട എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിലേക്ക് വരരുതെന്നാണ്. കാര്യം ഞങ്ങൾക്കൊക്കെ ആ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആശ്വാസത്തിന്റെ 1-2 വാക്കുകൾ പറഞ്ഞ 1-2 പേര് ഇതിന്റെ സംശയത്തിന്റെ മുൾമുനയിലാണ്. അവരാരും വരരുതെന്നുള്ളതാണ്. കാര്യം ഞങ്ങൾക്കൊരു ആത്മനിന്ദ തോന്നും. ഇവരെയെല്ലാം ഞങ്ങൾ അടക്കമുള്ള സാധാരണ ഭക്തർ പല വേദികളിൽ പ്രശംസിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം ഞങ്ങളെ കടത്തിവിട്ടു എന്ന് അവിടുത്തെ ഏറ്റവും പ്രമുഖനായ ബോർഡിലെ ആളെ കുറിച്ച് പറഞ്ഞതാണ്. എന്തൊക്കെ പറഞ്ഞാലും ആക്ടിവിസ്റ്റുകളെ കടത്തരുതെന്ന് പാർട്ടിയോ അവിടെ പോയി പറഞ്ഞു. അതിന് AKG സെന്ററിൽ നിന്ന് ഒരു മന്ത്രി സെൻസർ നേടി. അദ്ദേഹം തന്നെ അയ്യപ്പ സംഗമത്തിന്റെ ദിവസം സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു എന്ന് ശക്തമായി പറഞ്ഞു. സാധാരണ ഭക്തർക്ക് ഏറ്റവും സന്തോഷവും ആശ്വാസവും തോന്നിയ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ ഇതിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ അല്ലെന്നാണ് എന്റെ വിശ്വാസം. അവസാന നിമിഷം പോലും നേരത്തെ പറഞ്ഞ ദേവസ്വം ബോർഡിലെ പ്രമുഖനായ നേതാവിന്റെ പേര് മാറും, അദ്ദേഹം വരില്ല, അദ്ദേഹം അറിയാതെ നടന്നു എന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ചുമ്മാ ഭംഗിക്ക് പറയുന്നല്ലോ കേട്ടോ, ജെനുവിൻലി അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. കാര്യം അദ്ദേഹം അത്ര വലിയ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ വിഷയമെന്ന് പറഞ്ഞാൽ എല്ലാ സംശയങ്ങളും അവരിലേക്ക് നീളുകയല്ലേ. ഞാൻ 2 കാര്യങ്ങൾ ഗോവൻ സാർ അടക്കമുള്ളവർക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഒന്ന്, ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന ആ വിദ്യ ദേവസ്വം ബോർഡിന്റെ ആക്റ്റീവ് ഇൻഫർമേഷൻ അറിയാതെ പറ്റുമോ? കട്ടളയുടെ കാര്യത്തിൽ ഇത് തന്നെ എഴുതി, മറ്റേ ദ്വാരപാലകരുടെ കാര്യത്തിൽ ഇത് തന്നെ എഴുതി. ഇത് ഹൈക്കോടതി ആദ്യം ഫ്ലാഗ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഗോവിഷ്ണ വിധി ശ്രദ്ധിച്ചു കാണും. ഹൈക്കോടതി പറയുന്നത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത് കുറച്ച് പ്രൊസീജിയറൽ എറർ, ടെക്നിക്കൽ എറർ മാത്രമേ ഉള്ളൂ എന്നാണ്. ഞാൻ അടക്കമുള്ളവർ, താങ്കളുടെ
അടക്കമുള്ള ചർച്ചയിൽ ആദ്യ ദിവസം എടുത്ത നിലപാട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കാതെ കൊണ്ടുപോലും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളതാണ്. എല്ലാവരും ആദ്യ ദിവസങ്ങളിൽ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊരു സ്വർണ്ണ കൊള്ളയിലേക്ക് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാര്യം അയ്യപ്പന്റെ ഫ്രണ്ടിലിരിക്കുന്ന ദ്വാരപാലകരിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എത്രമാത്രം സീരിയസ് ആണ് ആ ക്രൈം. അപ്പൊ ഇതിന്റെ ക്രിമിനൽ എലിമെന്റ് കാണാതിരിക്കരുത്. ഇപ്പോ സർക്കാരിന്റെ സ്വരം, ഹൈക്കോടതിയുടെ സ്വരവും സർക്കാരിന്റെ സ്വരവും എന്നൊക്കെയാണെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. പോസിറ്റീവായി വരട്ടെ എന്നുള്ളതാണ്. അല്ല, പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം രാഹുൽ, ഇത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്നും അതിലെ ഗൂഢാലോചന, അതിന്റെ പിന്നിലെ താല്പര്യങ്ങളെ കുറിച്ചുമൊക്കെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതും താങ്കൾ ശ്രദ്ധിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഒരു ന്യായം പറഞ്ഞു എന്നാണോ താങ്കൾ അതിനെ കാണുന്നത്? അങ്ങനെയല്ലേ? വളരെ ബഹുമാനത്തോടെ ചോദിക്കട്ടെ, അങ്ങനെയല്ലേ? രണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടയ്ക്കിടയ്ക്ക് CPM ആൾക്കാർ വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളർത്തിയത് ആരാണ്, ജാലഹള്ളിയിൽ 2007 തന്ത്രി ആരായിരുന്നു തുടങ്ങിയ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ മറച്ചു വെക്കാൻ എന്താ? അവര് ഭരണത്തിലിരിക്കുകയല്ലേ, വേറെ ആരെങ്കിലും ആണോ ഭരണത്തിൽ? CPMന്റെ ഭരണത്തിലിരിക്കുന്ന, CPMന്റെ സംവിധാനത്തിലിരിക്കുന്ന കാര്യം ഈ ബാക്കിയുള്ളവരെ സംശയത്തിന്റെ മുൾമുനെ വരുത്തുന്നത് എന്തിനാ? പിന്നെ ഒരു കാര്യം ഏറ്റവും വേദനയോട് പറഞ്ഞോട്ടെ, വെള്ളാപ്പള്ളി സാറിനെ ആദരവോടെ കാണുന്നതാണ്. വെള്ളാപ്പള്ളി സാർ അടക്കം പലരും പോറ്റിയും നമ്പൂതിരിമാരുമാണെന്നൊക്കെ പറയുന്നത് ഒരു സമുദായത്തെ മുഴുവൻ കരിവാരി തേക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം മുതലേ പറയുന്ന വ്യക്തിയാണ് ഞാൻ. ബ്രാഹ്മണ സമുദായത്തിലെ ഒരാൾക്ക് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡിഫെൻഡ് ചെയ്യരുത്, നേരെ മറിച്ച് അയാളെ അറസ്റ്റ് ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്ത് അന്വേഷണം വേണമെന്നും ഉള്ളതാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആദ്യകാലങ്ങളിൽ കീശാന്തിയായിട്ട് വന്നതാണ്. അതായത് കീശാന്തിയുടെ അതായത് തന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ മേൽശാന്തി, മേൽശാന്തിയെ സപ്പോർട്ട് ചെയ്യാൻ കീശാന്തിയുടെ സപ്പോർട്ടായിട്ട് വന്ന ഒരു വ്യക്തി ഇത്രയും രീതി വളർന്നെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ ആക്റ്റീവായ സപ്പോർട്ട് കൂടിയോടെയുള്ള വളരൂ. അദ്ദേഹത്തിന്റെ കൂടെ അല്ലേ ദേവസ്വം ബോർഡിന്റെ പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്തത്. ഞാൻ അതിനൊന്നും തെറ്റു പറയുന്നില്ല. എവിടെന്നെങ്കിലും ഫണ്ട് അദ്ദേഹം കണ്ടുപിടിച്ച് കാണും. പക്ഷേ ഇപ്പോ അദ്ദേഹം ഇപ്പൊ 1-ാം പ്രതിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. അതായത് കസ്റ്റഡിയിലെടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു കാര്യക്കാരനാക്കി മാറ്റിയത് ദേവസ്വം ബോർഡ് അല്ലേ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്, അല്ലേ? അല്ലേ, ദേവസ്വം ബോർഡ് അല്ലാതെ വേറെ ആരാ? ദേവസ്വം ബോർഡിന്റെ ആക്റ്റീവ് കൺവീനൻസ് അല്ലേ? ദേവസ്വം ബോർഡ് ഇദ്ദേഹത്തിന്റെ പേരെഴുതി കൊടുക്കുകയാണ്. ശ്രീ ഗോവിഷ്ണ, ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അങ്ങയുടെ എന്റെ വീട്ടിലെ ഒരു 10 പവൻ സ്വർണം ഒരാൾ എന്തെങ്കിലും കാര്യത്തിന് എടുത്തുകൊണ്ട് പോയി 39 ദിവസം നമുക്ക് റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കൂലേ? 39 ദിവസം. ഇത് രാഹുൽ ഈശ്വർ പറയുന്നല്ല, ഹൈക്കോടതിയുടെ വിധിയിൽ എടുത്തു പറയുന്നു. ജൂലൈ 20 കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഓഗസ്റ്റ് 29 39 ദിവസത്തിന് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. നമ്മുടെ വീട്ടിൽ നിന്ന് വെറും 10 പവൻ സ്വർണം ആരെങ്കിലും പണിക്കെടുത്തു പോയാൽ നമ്മൾ ചോദിക്കില്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ശബരിമല ശ്രീകോവിലിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ സ്വർണം പോയിട്ട് ഇവർ ചോദിച്ചില്ലെന്ന് പറഞ്ഞ എന്തർത്ഥമാണ്? അപ്പം പ്രത്യേകിച്ച് വേറെ ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ആരും അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. അറസ്റ്റ് ഉണ്ടാകണം. അയ്യപ്പന്റെ സ്വർണം കട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കി എവിടെ നിന്നും കക്കാന്നുള്ളതാണ്. അതുകൊണ്ട് സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ എല്ലാവരും സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ട്, അതിൽ പല ആൾക്കാരും ഉണ്ട്. ഇനിയും ഗോപൻ സാറിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ, എന്തുകൊണ്ടാണ് കട്ടുളയുടെ വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ വന്നെങ്കിൽ ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാലി വിഷയം മോഷ്ടിച്ച കാര്യത്തിൽ ദേവസ്വം ബോർഡ് വരാത്തത്? രണ്ടും സിമിലറായ കാര്യം തന്നെയാണല്ലോ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഈ കേസിൽ അവരെ പെടുത്തിയാൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാകേണ്ടി വരും. കട്ടുള വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇതിൽ പതുക്കെ പോയി ഒരു സ്ലോ പെടലെങ്കിൽ പോകാം. ഇല്ലെങ്കിൽ ഈ കേസിൽ പ്രതിപട്ടികയിൽ ദേവസ്വം ബോർഡ് വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് മുരാരി ബാബുവിനും മറ്റും ഒതുക്കുന്നത്? ഇനി ഒരു കാര്യം കൂടെ, സ്മാർട്ട് ക്രിയേഷൻസും ഇയാളിലേക്ക് മാത്രം ഒതുക്കാൻ അവർ പോലും ശ്രമിക്കുന്നുണ്ട്. അതിനർത്ഥം അതിന്റെ പുറകിൽ നിൽക്കുന്ന എത്ര വലിയ പുള്ളികളായിരിക്കും എന്നൊന്നും ആലോചിക്കുക. ഉണ്ണികൃഷ്ണ പോറ്റിയിലേക്കും സ്മാർട്ട് ക്രിയേഷൻസിലേക്കും ദേവസ്വം ബോർഡ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് ഈ ശ്രീകോവിലിലെ വാതിലിന്റെ കട്ടിലെ സ്വർണം കവർന്ന കേസിലാണ്. ബാക്കി കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണല്ലോ. അതെ, അല്ല, അത് എന്തുകൊണ്ടാണ് ഓൾറെഡി ഈ പ്രതിപട്ടികയിൽ വരേണ്ടതല്ലേ? കാര്യം ആ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ശരി രാഹുൽ, ഏതായാലും നമുക്ക് ഈ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇവിടെ നേരത്തെ ശ്രീ PK ഗോപൻ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. സർക്കാർ കൂടി ഇതിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ലേ ഈ അന്വേഷണമൊക്കെ നടക്കുന്നത് എന്ന്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം, ഹൈക്കോടതിയിൽ വന്ന കേസ്, ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, അതിനപ്പുറത്ത് സർക്കാരിന് ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടോ ഈ കേസിൽ? ശ്രീ ഗോപികൃഷ്ണൻ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലെന്ന് പറയുന്നത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു. ഉദ്യോഗസ്ഥരുടെ കാര്യമൊക്കെ തന്നെ ഒരു തരത്തിലും പോലീസ് സംവിധാനത്തിൽ രാഷ്ട്രീയ ഇടപെടലോടുകൂടി തീരുമാനിക്കാൻ കഴിയാത്ത തരത്തിൽ ആരാണ് ഇതിനെ ഹെഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും
റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നത്, അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കുക എന്ന് പറയുന്നത്, അതൊന്നും തന്നെ നിയമത്തിൽ, ക്രിമിനൽ നടപടി ചട്ടത്തിൽ സാധാരണ കണ്ടുവരുന്നതല്ല. അപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതിലൂടെ ഒരു തരത്തിലുള്ള ബാഹ്യ രാഷ്ട്രീയ ഇടപെടലിനും ഈ അന്വേഷണ സംഘം വിധേയരാകരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ്. എന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയപരമായിട്ട് ബോർഡിൻ്റെ ഭരണത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് എത്ര നാം കണ്ണടച്ച് നിന്നാലും അതൊക്കെ സത്യമാണ്. രാഷ്ട്രീയക്കാർക്ക്, അധികാരത്തിലിരിക്കുന്നവർക്ക്, വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ശബരിമലയിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 2019 പ്രത്യേകിച്ചും അങ്ങനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതിന് കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ പോളിറ്റിക്സിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, കോടതി ഒരു തരത്തിലും ഇതിനകത്തൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകരുത്, സത്യസന്ധമായിട്ടും ധീരമായിട്ടും അന്വേഷണം പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കോടതിയിലേക്ക് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്, ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം മാനുവലിൻ്റെ പ്രകടമായിട്ടുള്ള ലംഘനമാണ്. ഏതാനും ചെറിയ 2 ഉദ്യോഗസ്ഥർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ദേവസ്വം ബോർഡിന് രാഷ്ട്രീയ സമ്മതത്തോടുകൂടി അവിടെ അധികാരത്തിലിരിക്കുന്ന, അവിടെ നിർണായകമായിട്ടുള്ള ചുമതല വഹിക്കുന്നവരുടെ സമ്മതവും അവരുടെ കൊളിയൂഷനും ഇല്ലാതെ നടക്കത്തില്ല. ദേവസ്വം മാനുവലിൻ്റെ 1ാമത്തെ വോളിയത്തിൽ ചാപ്റ്റർ 11 റൂൾ 38 ഈ ഇങ്ങനെയുള്ള വർക്കുകൾ, വർക്ക്സ് ഇൻവോൾവിംഗ് ദി യൂസ് ഓർ ഹാൻഡ്ലിംഗ് ഓഫ് വാല്യൂബിൾസ് ബിലോങ്ങിങ് ടു ദേവസ്വം ഷുഡ് ഓൾവേസ് ബി ക്യാരിഡ് ഔട്ട് അറ്റ് എ പ്ലേസ് വിത്തിൻ ദ ദേവസ്വം പ്രിമൈസസ്. അപ്പം ദേവസ്വം പ്രിമൈസസിന് ഉള്ളിൽ മാത്രമേ, അതിനകത്ത് മാത്രമേ ഇത്തരത്തിലുള്ള വിലയേറിയ കാര്യങ്ങളുടെ പണികൾ നടക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് നിഷ്കർഷിക്കുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തന്നെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരു ഓഫീസറിൻ്റെ സാമീപ്യം ഉണ്ടാകണം എന്നുള്ളതാണ് അതിനകത്ത് ചട്ടത്തിൽ പറയുന്നത്. റെസ്പോൺസിബിൾ ഓഫീസർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ, ഇമ്മീഡിയറ്റ് സൂപ്പർവിഷൻ, so far as possible to be done under the immediate supervision of the assistant commissioner. അപ്പോൾ ഇത്രയൊക്കെ ഇതിനകത്ത് മാനുവലിൽ പറയുമ്പോഴും എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു തരത്തിലുള്ള ദേവസ്വം അധികാരികളുടെ സാക്ഷ്യവുമില്ലാതെ എങ്ങനെയാണ് ഇത്ര വിലയേറിയ സ്വർണ്ണപ്പാളികളുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ എങ്ങനെയാണ് അനുവാദം കിട്ടിയത്? ദേവസ്വം മാനുവലിനെ കുറിച്ചൊന്നും ബോധ്യമില്ലാത്ത ആൾക്കാരായിരുന്നില്ലല്ലോ കമ്മീഷണറായിട്ടും അതുപോലെ നിർണായകമായിട്ടുള്ള പദവിയിൽ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ആരിലൊക്കെയാണോ വിശ്വാസം അർപ്പിച്ചത്, അതെന്തിനാണ് അർപ്പിച്ചിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവർ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഗ്രേസോടുകൂടി പല നിർണായകമായിട്ടുള്ള പൊളിറ്റിക്കൽ പോസ്റ്റുകളും ഹാൻഡിൽ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ നിന്നൊക്കെയാണ് ഈ വീഴ്ച ഉള്ളത് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത കുറവിനെതിരെ നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പുറത്ത് തന്നെയാണ്. ഏതൊരു ക്രിമിനൽ കേസിലും പ്രതി പുറത്ത് നിൽക്കുമ്പോൾ അയാൾ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ്. അയാൾ ആർക്കൊക്കെയാണോ ഇതിൻ്റെയൊക്കെ റെപ്ലിക്ക ഉണ്ടാക്കി നൽകിയിട്ടുണ്ടാവുക, ആരുടെയൊക്കെ വീടുകളിലേക്കാണോ ഇതൊക്കെ കൊണ്ടുചെന്നിട്ടുണ്ടാവുക, അവരെയൊക്കെ സ്വാധീനിക്കുവാനും അവരുടെയൊക്കെ മൊഴികൾ തിരുത്തിപ്പിക്കുവാനും എവിടെയൊക്കെയാണോ ഈ തൊണ്ടി മുതൽ സൂക്ഷിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെ റിക്കവർ ചെയ്തെടുക്കുവാനും, നിയമപ്രകാരമുള്ള റിക്കവറി അല്ല, പ്രതിക്ക് തന്നെ അത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനും അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ ഹീ സ്റ്റിൽ അറ്റ് ലാർജ്. അദ്ദേഹത്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നിർഭയം വരാൻ സാധ്യതയുള്ള സാക്ഷിമൊഴികൾ ഉൾപ്പെടെ സ്വാധീനിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു നിൽക്കുന്നത്. ശരി, ഡോക്ടർ പി കെ ഗോപൻ, താങ്കളുടെ മറുപടി. അല്ല, താങ്കളുടെ ചർച്ച വളരെ അനീതി നിറഞ്ഞതാണ്. താങ്കളുടെ പേര് തെറ്റിച്ച് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് താങ്കൾ തീർത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. 1 മണിക്കൂറാണ് ഞങ്ങളത് വെറുതെ കളഞ്ഞത്. ഇത് ഡിബേറ്റാണോ അതോ സെമിനാറാണോ നടത്തിയത്? ശ്രീ അഭിലാഷിന്, അദ്ദേഹത്തോട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനമാണ്. 2 തവണ അങ്ങ് അവസരം കൊടുത്തത്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ 2, 3, 4 മിനിറ്റ് അനുവദിച്ചതിന് ശേഷം അങ്ങ് ഈ ചർച്ചയിൽ മാറ്റിയിരുത്തുകയാണ് ചെയ്തത്. ഇതെന്തൊരു ശൈലിയാണിത്? ഇതെന്തൊരു ചർച്ചയുടെ ഇടപെടലാണ് ഈ നടത്തിയത്? നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് തന്നെ താല്പര്യമില്ലാതിരിക്കുകയാണ്. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങ് ഇത് ഈ ഡിബേറ്റ് സംഘടിപ്പിച്ചെങ്കിൽ ഈ ഡിബേറ്റ് ഇങ്ങനെ മണിക്കൂറുകളെടുത്ത് ഓരോരുത്തർക്കും പ്രഭാഷണം നടത്താൻ അവസരം കൊടുത്തിട്ട് ചർച്ച തീരാറാകുമ്പോൾ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നില്ലെന്നല്ലേ?
CPM-ന്റെ മറുപടി പ്രതീക്ഷിക്കുന്നില്ലെന്നല്ലേ അങ്ങ്? പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പ്രതിനിധിയെ വിളിച്ച് ഇവിടെ ഇരുത്തിയത്? ഇത് അങ്ങേയറ്റം അനീതി നിറഞ്ഞൊരു ഏർപ്പാടാണ്. ഇനി ചോദിച്ചുകൊണ്ട് മാത്രം 1-2 കാര്യങ്ങളിൽ പറയാം. ഇവിടെ പ്രധാനമായിട്ട് ഉയർന്നു വന്നൊരു പ്രശ്നം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗവൺമെൻറ് ഇത് അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഗവൺമെൻറ് എടുത്ത മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്ത ശുദ്ധീകരണ പ്രക്രിയയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലെന്നല്ല ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള അഴിമതിയും നടക്കാൻ പാടില്ലെന്ന് ശഠിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 10 പൈസയുടെ അഴിമതി ഈ ഗവൺമെൻറ്റിലെ ഏതെങ്കിലും മന്ത്രിക്കെതിരായി തെളിയിക്കാൻ നിങ്ങൾ മാധ്യമങ്ങൾക്കോ ഈ നാട്ടിലെ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കോ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അത്ര ശുദ്ധീകരിച്ച ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലും അക്കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. ഗവൺമെൻറ് നിലപാടെന്താ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലോകത്തേത് അന്വേഷണം ഏർപ്പെടുത്തിയാലും അതിനോടൊപ്പം നിൽക്കുകയും ആവശ്യമായ സഹായം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ നിലപാടെന്താ? അല്ലാതെ പിന്നെന്താ മാർഗമെന്നാ? അല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന എത്ര ഗവൺമെൻറ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഓരോ കാര്യത്തിലും? അപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ്. ആരുടെ പേരിലും ഈ കാര്യത്തിൽ അന്വേഷിച്ച് കൊണ്ടുവരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. രണ്ടാമത്തെ കാര്യം, കേസെടുക്കാത്തത് എന്താണെന്ന് ശ്രീ രാഹുലിനെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കുകയാണ്. ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് ആരുടെ പേരിലാണ് കേസെടുക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തന്നാട്ടെ. ഗവൺമെൻറ്റിനകത്ത് റോള് വരുന്ന എപ്പോഴാണ്? ഹൈക്കോടതി നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ് അതിന് വിരുദ്ധമായിട്ട് നിൽക്കുമ്പോഴല്ലേ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം വരുന്നത്. ഇവിടെ കേസെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇന്നയാളിൻ്റെ പേരിൽ കേസെടുക്കുക എന്നുള്ള പ്രശ്നമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഗവൺമെൻറ് മുമ്പിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കോടതിയുടെ നിരീക്ഷണത്തിൻ്റെയും അന്വേഷണ കമ്മീഷൻ്റെയും അനുസരിച്ച് കാര്യങ്ങൾ പുറത്തു വരട്ടെ. ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദേവസ്വം ബോർഡ് 2 പേരെ ഇതിനകം അവരുടെ സർവീസിലുള്ളവരെ അക്കാര്യത്തിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ അവർ കേസെടുക്കുകയല്ലേ ചെയ്തത്. ദേവസ്വം ബോർഡ് ചെയ്തത് അവരുടെ പേരിൽ നടപടി സ്വീകരിച്ചു. സസ്പെൻഷനിലായാണ് അവർ. അങ്ങനെ ഏതെങ്കിലും കേസുകൾ വന്നാൽ അപ്പം ചെയ്യാം. പിന്നെ പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ പേരിൽ ഇത്തരം ഗുരുതരമായ പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ പെൻഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമാണ്. സർക്കാരിൻ്റെ മുമ്പിൽ വരട്ടെ. അപ്പോൾ കേസ് എടുത്തില്ലെങ്കിൽ പോരായി ചർച്ച ചെയ്യുന്നത്. അല്ലാതെ മുൻകൂട്ടി എടുക്കാൻ പറ്റുമോ? നേരത്തെ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. ചില ആ ഒരു ചർച്ചയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്ത് യുക്തിയായിരുന്നു അതിനകത്തുള്ളത്? അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കൃത്യമായി അതിൽ അന്വേഷണ കമ്മീഷനെ വെച്ചു. ഏറ്റവും ബെസ്റ്റ് ടീമിനെ തന്നെ വെച്ചു. അവർ ശക്തമായി മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഇതിനകത്ത് അന്വേഷണം നടത്തിക്കൊണ്ടു പോവുകയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ശബരിമലയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ അനുവദിച്ചതിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അത് ശരിയാണോ ഇല്ലയോ എന്ന് കോടതി പരിശോധിക്കട്ടെ. ആ വിശദീകരണം വന്നത് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു കൊണ്ടുപോകേണ്ടി വന്നതെന്നുള്ളതാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് ശബരിമല വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. 2 കാരണത്താൽ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, വനനിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. 2, ടെക്നോളജി ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെത് ശബരിമലയിൽ കൊണ്ടുവച്ച് ചെയ്യാൻ പറ്റില്ല. ഈ 2 കാരണങ്ങളാണ് പുറത്തു കൊണ്ടുപോയത് എന്നാണ് വിശദീകരണം വന്നത്. പക്ഷേ അതല്ല, ദുരുദ്ദേശത്തോടു കൂടിയാണ് പുറത്തു കൊണ്ടുപോയതെങ്കിൽ നമുക്കത് നോക്കാം. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള കൗണ്ടർ ക്വസ്റ്റ്യൻസ് എനിക്കുണ്ട്. പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊരു ചർച്ചയായില്ല, സെമിനാറായി പോയി എന്നത് താങ്കളുടെ ഒരു വിമർശനം എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നു. വളരെ കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരവരുടെ മേഖലയിലുള്ള ആളുകൾ അവരുടെ അഭിപ്രായം പറയുകയും ഏറ്റവും ഒടുവിൽ CPM പ്രതിനിധിക്ക് എന്ത് മറുപടി പറയാനുണ്ട് എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് ഈ ചർച്ചയുടെ സാമാന്യമായ മര്യാദയ്ക്ക് യോജിച്ചതാണ് എന്നതാണ് എൻ്റെ ബോധ്യം. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ പേര് തെറ്റിച്ച് പറഞ്ഞതുകൊണ്ടുള്ള പകതീർക്കൽ എന്നത് എന്നെപ്പോലൊരാളോട് താങ്കൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ചെറിയ ഒരു ആരോപണവും വിമർശനവുമാണ്. അത് താങ്കൾക്ക് എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ അത്രയും പ്രഗത്ഭനായോ പ്രശസ്തനായോ ആളാകാത്തത് കൊണ്ടായിരിക്കാം അത്. പിന്നീട് ഒരു വ്യക്തിപരമായ ഒരു സൗഹൃദ സംഭാഷണം ഉണ്ടാകുമ്പോൾ താങ്കൾക്ക് അത് ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. എൻകൗണ്ടറിലൂടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.